നേപ്പാളിൽ കെ.പി. ശർമ്മ ഒലി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 4ാം തവണയാണ് ഒലി അധികാരത്തിൽ എത്തുന്നത്. നേപ്പാളി കോൺഗ്രസ് പിന്തുണയോടെയാണ് CPN-UML അധ്യക്ഷനായ ഒലി പ്രധാനമന്ത്രി ആകുന്നതും. നേപ്പാൾ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ കെ.പി. ശർമ്മ ഒലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വിശ്വാസ വോട്ടെടുപ്പിൽ പ്രചണ്ഡ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് നേപ്പാളിൽ പുതിയ സർക്കാർ അധികാരമേറ്റത്. കെ.പി. ശർമ്മ ഒലിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പിന്തുണ പിൻവലിച്ചതോടെയാണ് പുഷ്പകമാൽ ദാൽ എന്ന പ്രചണ്ഡയ്ക്ക് ഭൂരിപക്ഷം നഷ്ടമായത്. സഭയിൽ 88 അംഗങ്ങളുള്ള ഏറ്റവും വലിയ കക്ഷിയായ നേപ്പാളി കോൺഗ്രസും 77 എംപിമാരുള്ള ഓലിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളും ചേർന്നാണ് പുതിയ സർക്കാർ രൂപീകരണം. ആദ്യ 18 മാസം കെ.പി. ശർമ്മ ഒലിയും പിന്നീടുള്ള സമയം നേപ്പാളി കോൺഗ്രസിലെ ബഹദൂർ ദ്യൂബയും പ്രധാനമന്ത്രിയാകുമെന്ന ഫോർമുലയിലാണ് സഖ്യം രൂപപ്പെട്ടത്. ഹിന്ദുരാഷ്ട്രമായിരുന്ന നേപ്പാളിൽ 2008-ലാണ് രാജ്യഭരണം അവസാനിച്ച് ജനാധിപത്യം വന്നത്. എന്നാൽ ഒരിക്കൽ പോലും നേപ്പാളിൽ ഒരു സർക്കാരിനും കാലാവധി പൂർത്തീകരിക്കാനായിട്ടില്ല. ചൈനയുടെയും മറ്റും അനാവശ്യ ഇടപെടൽ മൂലം രാഷ്ട്രീയ അനിശ്ചിതത്വം തുടർക്കഥയാകുന്നു. കഴിഞ്ഞ 16 വർഷത്തിനിടെ അധികാരത്തിലെത്തുന്ന 14ാമത്തെ സർക്കാരാണിത്. ചൈനയ്ക്ക് താൽപര്യമുള്ള കെ.പി. ശർമ്മ ഒലി ഇത് 4ാം തവണയാണ് നേപ്പാൾ പ്രധാനമന്ത്രിയാകുന്നത്. ഓലി പ്രധാനമന്ത്രിയായിരിക്കവെയാണ് അടുത്ത കാലത്ത് ഭാരതത്തിന്റെ ഭൂപ്രദേശം നേപ്പാൾ തങ്ങളുടേതെന്ന് അവകാശപ്പെട്ടത്. ജനം, ഡൽഹി.